വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അസ ആൻഡ് ഐ ആം എൻ ആർട്ടിസ്റ്റ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കുന്നതല്ല പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ലോങ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് അപ്ലോഡ് ആക്കിയിട്ടില്ല. ഞാൻ ജനുവരിയിൽ ഒരു ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് എന്നും പറഞ്ഞിട്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. എന്തായാലും ഇനി അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഡിസംബർ ലാസ്റ്റ് വീക്കൊക്കെ ആയാലും ഞാൻ ന്യൂ ഇയർ പ്രെപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ജനുവരി പകുതി ആയിട്ടും എഡിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി എന്തിനാ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അതും അങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതുപോലെ ഞാൻ ഒരുപാട് ലോങ് വീഡിയോസ് എടുത്തിട്ടുണ്ട്, എല്ലാം അതുപോലെ ഡിലീറ്റ് ആക്കി കളയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയാം. ഞാൻ ഈയിടെയായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ലോ ആണ്. അതായത് ഞാൻ രാവിലെ എണീക്കുന്നത് ഫുൾ കുറേ പ്ലാൻസ് ഒക്കെ ആയിട്ടായിരിക്കും, പക്ഷെ ആ ഒരു ദിവസം ഞാൻ ഫോൺ നോക്കി വെറുതെ വേസ്റ്റ്, എന്നിട്ട് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ റിഗ്രറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഇനി നാളെ മുതൽ എന്തായാലും നന്നാവാ വിചാരിക്കും. പക്ഷെ നാളെ രാവിലെ എണീച്ചാലും ഇതേപോലെ തന്നെ ആയിരിക്കും, ഫോൺ നോക്കിയിട്ട് വെറുതെ ദിവസം കളയും. അപ്പം ഞാൻ ഈ ഇടയായിട്ട് നാളെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. ഇന്ന് ഞാൻ ഖുറാൻ ജേർണലിംഗ് ആട്ടാ ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള ജേർണലിംഗ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലുണ്ട്, പക്ഷേ ഈ ഖുറാൻ ജേർണലിംഗ് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യലില്ല. അപ്പോൾ ഞാനൊരു 1-2 ആഴ്ചകളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു പേജ് ചെയ്യണം എന്ന്. പക്ഷെ പിന്നെ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ച് ഇവിടെ വരെ എത്തി. ഞാനിത് ചെയ്യാനിരിക്കുന്നത് ഒരു വൈകുന്നേരം 4 മണി 4:30 ആ സമയത്താണ്. ആ ടൈമിലാണെങ്കിൽ എൻ്റെ ടേബിളിൽ നല്ല വെയിലും അടിക്കുന്നുണ്ടായിരുന്നു. വെയിൽ വരുന്ന ടൈമിൽ എനിക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ആണ്. ആ ഒരു ടൈമിൽ ഇങ്ങനെ മടിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഖുറാൻ ജേർണലിംഗ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ആ സൂറന്റെ മീനിങ് ആദ്യം നോക്കും, എന്നിട്ട് ഒന്നിക്കിൽ ആ മീനിങ് അതുപോലെ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്താണോ മനസ്സിലായത് അത് ബ്രീഫായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യല്. ഈ ഒരു ജേർണലിംഗ് ഞാൻ 2 ആഴ്ചയായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് വെറും 45 മിനിറ്റ്സ് കൊണ്ടാണ്. നമ്മൾ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. ഇതും ഞാനൊരു 2 ആഴ്ചയോളം ആയിട്ടുണ്ടാവും ഒരു 3-4 വീഡിയോസ് എടുത്തു വെച്ചിട്ട്, പക്ഷെ ഇതുവരെ അത് എഡിറ്റ് ആക്കിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് 4 വീഡിയോസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണെങ്കിലും എഡിറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര മടിയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് എടുത്തതിന് ശേഷം എല്ലാം ചെയ്യാനൊരു മടി, എല്ലാത്തിൻ്റെയും ഫ്ലോ അങ്ങ് പോയ പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്, ആ പോയ ഫ്ലോ ഒക്കെ തിരിച്ചെടുക്കാന്നുള്ളത്. ഞാനിതാ ജേർണലിംഗ് ചെയ്യാനിരുന്ന അന്ന് രാത്രി തന്നെയാണ് എഡിറ്റ് ചെയ്യാനിരുന്നിട്ടുള്ളത്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 മണിക്കാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം ഏകദേശം 1.5 മണിക്കൂറാണ് എഡിറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. രണ്ടാഴ്ച പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത കാര്യം ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആക്കി. 4 വീഡിയോസ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണെങ്കിലും കംപ്ലീറ്റ് ആക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ 2 വീഡിയോസ് എഡിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. 3ാമത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് പകുതി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി അധികം ലേറ്റ് ആവണ്ട വെച്ചിട്ട് അവിടെ നിർത്തിയതാണ്.
ഇനി അടുത്തതായിട്ട് ഞാൻ കുറേ കാലമായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ഡ്രോയിങ്. ആക്ച്വലി ഈ ഒരു ഡ്രോയിങ് ഞാൻ എപ്പോഴാണ് തുടങ്ങിയെന്നറിയോ? മാർച്ചിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മാർച്ചിൽ എക്സാമിന്റെ ടൈം എനിക്ക് പഠിക്കുന്നതിന്റെ ഇടയിൽ ബോറടിച്ചപ്പോൾ തുടങ്ങിയ ഡ്രോയിങ് ആണ് ഇത്. അന്നേരം ഇതിന്റെ ഷെയ്ഡിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം വരച്ച് വെക്കാണ് ചെയ്തത്. എന്നിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഷെയ്ഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷെയ്ഡിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. ഇനി ഇതിൽ ഹൈലൈറ്റ്സും കൂടി ആഡ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ചധികം ഹൈലൈറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. പക്ഷെ ഞാൻ ഒരാഴ്ചയോളായിട്ട് ഇതിൽ ഹൈലൈറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഇതിൽ ഹൈലൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിക്ചർ ഇന്ന് തന്നെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ചധികം ഹൈലൈറ്റ്സ് ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഇത് കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ ഇതിൽ ഈ മുകളിലെ ആക്സസറീസ് വരുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് ഹൈലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഈ രണ്ട് കൈയിൻ്റെ ഭാഗത്തും കുറച്ച് ഹൈലൈറ്റ്സ് ആഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. ആക്സസറീസും ഫുൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല, അവിടെയും കുറച്ചൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. ആ വീഡിയോ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത ടാസ്കിലോട്ട് പോവാം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ റൂമിൽ ചെറിയൊരു മെസ്സ് ഉണ്ട്, അത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഇത് ഏകദേശം ഒരാഴ്ചയോളമായി ഈ മെസ്സ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഒരാഴ്ചയായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തതാണ്. അത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന ടൈമിലായിരുന്നു ശ്രദ്ധിച്ചത്. എന്തായാലും ഈ ഒരാഴ്ചയായിട്ട് ക്ലീൻ ചെയ്യാത്ത ഈ ഒരു മെസ്സില്ലേ, ഞാൻ വെറും 5 മിനിറ്റ് കൊണ്ടാണ് ക്ലീൻ ചെയ്തെടുത്തത്. 5 മിനിറ്റും ആയിട്ടില്ല, അതിലും ചെറിയ ടൈമിലാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും പിന്നെ ചെയ്യാന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ maybe this is your sign to do that thing. ഇനി അടുത്തതായിട്ട് വലിയ ടാസ്ക് എന്നൊന്നും പറയാൻ കഴിയില്ല, കാരണം ഞാനിതങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെച്ചൊരു കാര്യമല്ല. ഡിസ്കോ ബോൾ കുറേ ആയിട്ട് എനിക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു സാധനമാണ്. പക്ഷെ എൻ്റെ കയ്യിൽ അത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ട് ആക്കാണ്ട് വെച്ചതാണ്. എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങി വെച്ചതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാനിരുന്നതാണ്. ഇതും ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അതും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിനായിട്ട് ഞാൻ തെർമോക്കോൾ ബോൾ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഓൺലൈനിൽ അതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ ഭയങ്കര പൈസ. ആ ഒരു റേറ്റിന് ഒരു ഡിസ്കോ ബോൾ തന്നെ വാങ്ങാം. അതുകൊണ്ട് പിന്നെ ഞാൻ തെർമോക്കോൾ ബോൾ വാങ്ങാൻ നിന്നിട്ടില്ല. അതിന് പകരമായിട്ട് ഈ ബലൂണും പേപ്പറും വെച്ചിട്ടാണ് ബേസ് സെറ്റ് ചെയ്തത്. പിന്നെ ഈ ഡിസ്കോ ബോൾ ഉണ്ടാക്കേണ്ട മൊത്തത്തിലുള്ള എക്സ്പെൻസും പിന്നെ ഡിസ്കോ ബോൾ വാങ്ങേണ്ട പൈസയും വെച്ച് നോക്കുമ്പോൾ ഏകദേശം രണ്ടും സെയിം ആണ്. പക്ഷെ എന്നാലും നമ്മൾ തന്നെ അത് ഉണ്ടാക്കുന്ന ഒരു സുഖം വാങ്ങുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ഡിസ്കോ ബോൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടൈം എടുക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ 2 ദിവസം കൊണ്ട് ഞാൻ സാധനം ഉണ്ടാക്കി തീർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം കൊണ്ട് തീരേണ്ടതാണ്. പക്ഷെ ഞാൻ ആദ്യം കുറച്ച് മിറർ സീക്വൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മതിയാവും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അത് മതിയായിട്ടില്ല. അടുത്ത ദിവസം രണ്ടാമത് കുറച്ചുകൂടി മിറർ സീക്വൻസ് വാങ്ങിച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ടോട്ടലി 470 സീക്വൻസ് ആയിരുന്നു ആവശ്യം വന്നിട്ടുള്ളത്. ഞാൻ വെറുതെ പറയല്ല, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ വെയിലൊക്കെ വരുന്ന ആ ഒരു വൈകുന്നേര സമയത്ത്. ഇപ്പൊ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെയിൽ വരാറില്ല. പക്ഷെ വെയിൽ വരുന്ന സമയം കാണാൻ നല്ല രസമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ റൂം അടിപൊളി ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സാധനം മാത്രം വെയിൽ വരുന്ന ഭാഗത്തൊന്ന് ഹാങ് ചെയ്തിട്ടു. റൂമിന്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറിക്കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു പെയിന്റിങ് കംപ്ലീറ്റ് ആക്കാന്നുള്ളതാണ്. ഈ ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഞാൻ 2025 മെയ്യിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പെയിന്റിങ് ഇപ്പൊ കംപ്ലീറ്റ് ആക്കാനിരിക്കുന്നത് മെയ് 2026 എന്റെ ഒടുക്കത്തെ മടി കാരണമാണ് ഇത്രയും കാലം ഞാനിത് കംപ്ലീറ്റ് ആക്കാണ്ട് വെച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും ഈ പെയിന്റിങ് കംപ്ലീറ്റ് ആക്കാന്ന്. പക്ഷെ എനിക്ക് എന്തോ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തോന്നലില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു പെയിന്റിങ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നില്ല, കുറച്ചെങ്കിലും പെയിന്റ് ചെയ്തിട്ട് ചെറിയൊരു പ്രോഗ്രസ് വരുത്താന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്.
ഞാൻ പറഞ്ഞല്ലോ, ഈ പെയിന്റിങ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ പെയിന്റിങ് ഇതുവരെ ചെയ്തതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതലേ ഇതൊന്ന് റീവർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന്റെ മുകളിൽ ഞാനൊരു കോട്ട് ജെസ്സോ അടിച്ചിട്ട് എല്ലാം ആദ്യം മുതലേ തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം ചെയ്ത പെയിന്റിങ്ങിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ എല്ലാം കൂടി ഒരുമിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കി. അതായത് ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പെയിന്റിങ് എങ്ങനെയാ ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഞാൻ ബേസ് കളേഴ്സ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ പെയിന്റ് ചെയ്തു. എന്നിട്ട് ഇതിൽ ഞാൻ ഒരു സബ്ജക്റ്റിൽ മെയിൻ ഫോക്കസ് കൊടുത്തിട്ട് അത് ആദ്യം പെയിന്റ് ചെയ്ത് തീർക്കാൻ നോക്കി. ഇപ്പൊ ഞാൻ ഇതിൽ സ്കൂട്ടിയാണ് ഫസ്റ്റ് പെയിന്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് മൊത്തത്തിൽ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഭാഗത്തോട്ട് പോയത്. ഇപ്പോൾ CID മ്യൂസിയയിൽ ബിന്ദു പണിക്കർ അയ്യോ എന്റെ TV, അയ്യോ എന്റെ ഫ്രിഡ്ജ് എന്നും പറഞ്ഞിട്ട് ഓടുന്ന ഒരു സീനില്ലേ, അതുപോലെയാണ് ഞാൻ എന്റെ ഫസ്റ്റത്തെ പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യം ഞാൻ സ്കൂട്ടി പെയിന്റ് ചെയ്ത് തുടങ്ങും, എന്നിട്ട് അത് പകുതി എത്തുമ്പോഴേക്കും ഞാൻ ഇപ്പുറത്തെ ഡോർ പെയിന്റ് ചെയ്യാൻ തുടങ്ങും, എന്നിട്ട് ആ ഡോർ കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ ആ ബാക്കിലെ വിൻഡോ പെയിന്റ് ചെയ്യും. മൊത്തത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടാണ് ഞാൻ ആ പെയിന്റിങ് കംപ്ലീറ്റ് ആക്കാതിരുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ടൈം പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഐ എം റിയലി സോറി. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ട് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എല്ലാവർക്കും ഓക്കെ ആവണം എന്നില്ല. ഈ ഒരു പെയിന്റിങ് ഞാൻ 1 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു പെയിന്റിങ് കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇന്ന് ഈ ഒരു പെയിന്റിങ് ഞാൻ ഇത്രേ ചെയ്യുന്നില്ലൂ. ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ കൊടുക്കാട്ടാ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ടാസ്കിൽ എത്തിയിട്ടുണ്ട്, വിച്ച് ഈസ് റീഡിങ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഈ ഒരു ബുക്കായിരുന്നു വായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല വായിക്കുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കുറേ ആയി ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് വായിച്ചിട്ട്. എന്തിനീ ബുക്ക് തൊട്ടിട്ട് പോലും ഇപ്പം 1-2 ആഴ്ചകളായിട്ടുണ്ട്. എക്സാമിന്റെ ടൈമിലാണെങ്കിൽ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്വരയാണ്. ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും എന്തോ ഇപ്പം വരുന്നില്ല. ഞാൻ ഇപ്പം ഈ ബുക്ക് തൽക്കാലത്തേക്ക് വായിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, എന്നിട്ട് കുറച്ച് വായിച്ചിട്ട് ഞാനൊരു വലിയ ബ്രേക്ക് എടുത്തു, എന്നിട്ട് പിന്നെയും കുറച്ച് വായിച്ചിട്ട് കുറച്ച് ബ്രേക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലെ സ്റ്റോറി എന്താണെന്ന് എനിക്ക് മനസ്സിലാവാതെയായി. ഞാൻ വിചാരിച്ചു ഇപ്പൊ തൽക്കാലം ഇത് നിർത്തിയിട്ട് വേറൊരു പുതിയ ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഈ ബുക്ക് ആദ്യം മുതലേ വായിച്ചു തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനൊരു 10-15 മിനിറ്റോളം വായിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഞാൻ നിർത്തി. അങ്ങനെ നമ്മളെ വീഡിയോയിൽ അവസാനത്തെ ടാസ്കും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. സോ നിങ്ങൾ ഇത്രയും ടൈം കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇവിടെ വരെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോങ് വീഡിയോസ് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഇടലില്ല, ഷോർട്സ് ഇടയ്ക്കിടയ്ക്ക് ഇടലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ നോക്കിയിട്ട് ഷോർട്സും ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.